നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളായി രൂപ വീണ് നടുവൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. രൂപയ്ക്ക് ഇത് അത്ര നല്ലതല്ലെങ്കിലും ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു വിഭാഗമുണ്ട്, പ്രവാസികൾ. പ്രവാസികൾക്ക് ഇതേറെ ഗുണം ചെയ്യും. ഇന്ത്യൻ രൂപയുമായുള്ള ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്കിലെ കുതിപ്പ് തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മാസം ആദ്യമായതിനാൽ പ്രവാസികൾക്ക് ഇതേറെ പ്രയോജനം ചെയ്യും. ഓഹരി വിപണിയിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെയാണ് വിനിമയ നിരക്കുകളിലെ വർധനവുണ്ടായത്. ശമ്പളം ലഭിക്കുന്ന ആഴ്ചയായതിനാൽ വിനിമയ നിരക്കിലെ വർധന പ്രവാസികൾക്ക് ഇരട്ടി നേട്ടമാണ് നൽകുക. സ്വകാര്യ മേഖലയിൽ മിക്ക കമ്പനികളും 5-നും 10-നും ഇടയിലാണ് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വർധന കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക വരും ദിവസങ്ങളിലായിരിക്കും. നിലവിലെ നിരക്ക് വർധന 10 വരെയെങ്കിലും തുടരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. നോമ്പുകാലമായതിനാൽ നാട്ടിലെ കുടുംബത്തിനായി പതിവിലും അല്പം കൂടുതൽ പണം അയക്കുന്നവരാണ് മിക്കവരും. അതേസമയം ഓഹരി വിപണിയിലേതിനേക്കാൾ നേരിയ വ്യത്യാസത്തിലായിരിക്കും പണവിനിമയ സ്ഥാപനങ്ങളിൽ നാട്ടിലേക്ക് അയക്കുമ്പോൾ ലഭിക്കുന്ന നിരക്ക്. രൂപയുടെ മൂല്യം ഇടിയുന്നത് പതിവാകുന്നതിനാൽ സമീപ ആഴ്ചകളിലായി വിനിമയ നിരക്കിലെ ഏറ്റക്കുറച്ചിൽ തുടരുകയാണ്. ഖത്തറിലെ റംസാനിൽ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ 5 മുതൽ 7% വരെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഖത്തർ റിയാലും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് പലപ്പോഴും വിപണിയിൽ 24 കടന്നെങ്കിലും നാട്ടിലേക്ക് അയക്കുമ്പോൾ പ്രവാസികൾക്ക് 23 രൂപ 80 പൈസ മുതൽ 23 രൂപ 90 പൈസ വരെയാണ് വിനിമയ മൂല്യം ലഭിക്കുന്നത്. വിദേശ കറൻസിക്കും ആവശ്യക്കാരേറുമെന്നാണ് വിവരം. റംസാനിൽ ചിലവ് കൂടുമെന്നതിനാൽ നാട്ടിലെ കുടുംബത്തിന് കൂടുതൽ പണം അയക്കും പ്രവാസികൾ. ബാങ്കിംഗ് മേഖലയിലെ പുരോഗതി, നാട്ടിലേക്ക് പണമയക്കൽ, വിദേശ കറൻസികൾക്കുള്ള ഡിമാൻഡ് എന്നിവയുടെ കാര്യത്തിൽ റംസാനിൽ ഏതാണ്ട് 5 മുതൽ 7% വരെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വീട്ടുചെലവിന് പുറമെ വസ്ത്രം, കുടുംബ സന്ദർശനങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളിലും ചെലവേറും. അതുകൊണ്ടാണ് വിശേഷാവസരങ്ങളിൽ പ്രവാസികൾ നാട്ടിലേക്ക് സാധാരണയേക്കാൾ കൂടുതൽ തുക അയക്കുന്നത്. ഉംറ സീസൺ സമാഗതമാകുന്നതിനാൽ ഖത്തറിലെ പണവിനിമയ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വിദേശ കറൻസികളിലൊന്ന് സൗദി റിയാലാണ്. നാട്ടിലേക്ക് പണം അയക്കുന്നവരെ കൂടുതൽ ആകർഷിക്കാൻ മിക്ക പണവിനിമയ സ്ഥാപനങ്ങളും സ്പെഷ്യൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ടും ഓഫറും എല്ലാം നൽകാറുണ്ട്. തൊഴിലാളികളും ഇടത്തരം വരുമാനക്കാരുമാണ് നാട്ടിലേക്ക് പണം അയക്കുന്നവരിൽ ഭൂരിഭാഗവും. തിരക്ക് കണക്കിലെടുത്ത് റംസാനിലെ ഖത്തറിലെ പണവിനിമയ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം നീട്ടിയിട്ടുണ്ട്. സമീപ വർഷങ്ങളിലെല്ലാം റംസാൻ നാളുകളിൽ വിദേശ പണവിനിമയ സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇടപാടുകളുടെ മൂല്യത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പണം അയക്കുന്നതിലെ ഉയർന്ന തോതും മൂല്യവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകും. നാട്ടിലെ കുടുംബത്തിന് പണം അയക്കുന്നതിലൂടെ ഖത്തറിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ കൂടി വളർച്ചയിലേക്കാണ് പ്രവാസികൾ സംഭാവന നൽകുന്നത്. ഖത്തറിൽ നിന്ന് പുറത്തേക്ക് പണം അയക്കുന്നവരിൽ ഏഷ്യക്കാരാണ് മുൻപിൽ. പ്രവാസികളുടെ കോടികളാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. ഗൾഫ് മണി കേരളത്തിലെത്തിയില്ലെങ്കിൽ കാര്യങ്ങളാകെ തകിടം മറിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.